നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരി വീണയെ ജീവിതത്തിലേക്ക് കൂടണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമുക്കെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കാം ഇതുപോലെ. ഹലോ, അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരരുത്. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. വയസ്സാവും തോറും അമ്മാവന്റെ കുട്ടിക്കളികൾ കൂടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിന് പോയി നമ്മുടെ രണ്ടുപേരുടെയും പേരെഴുതിയിടും. ഒരു കണക്കിന് ഇങ്ങനൊരു യാത്ര നന്നായില്ലേ? എനിക്കല്പം ഹരിയോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാൻ എനിക്കും ഉണ്ടായിരുന്നു. എന്നാ ഹരി പറയൂ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? ആദ്യം നിത്യ പറയും, കേൾക്കട്ടെ. ഇന്നലെ ഞാൻ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ എന്നോട് ശ്രേയയും ഗ്രീഷ്മയൊക്കെ അവരുടെ അമ്മമാര് അവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയും. എന്ത് രസാന്നറിയോ കേൾക്കാൻ. അവരെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ടു തൊടിയിക്കുന്നതും അമ്മമാരാ. ഒരു കാര്യം ചെയ്യാൻ കല്യാണി, നാളെ മുതൽ കല്യാണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിത്യമ്മയോട് ഞാൻ പറയാം. വേണ്ട അതി, നിത്യമ്മ ആദിയുടെ അമ്മയല്ലേ. അമ്മ എന്നെ ചീത്ത പറയും. എന്നെ കാണുന്ന ഇഷ്ടമല്ല. എന്നാ കുറച്ചു മുന്നേ ഞാൻ അമ്മയെ ചെന്നൊന്ന് തൊട്ടു നോക്കിയില്ലേ? എന്തൊരു സുഖമാണെന്നറിയോ അമ്മയെ തൊടുമ്പോ. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പ്രകൃതി തീരുമാനിച്ചതാണ്. നമുക്ക് ചിലപ്പോ കുറച്ചു നാള് തടസ്സം സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോ കുറെ നാള് മറപിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറെ നാള് കഴിയുമ്പോ രക്തം രക്തത്തെ തേടിപ്പോവും. കല്യാണി ഹരി നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോ, മുതിരുമ്പോ, അവള് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോ, അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോ ചിലപ്പോ അവള് വീണിന്റെ അടുത്തേക്ക് പോയെന്ന് വരാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അമ്മ അത്രയ്ക്കും അതിശക്തിയായ ഒരു ശക്തിയാണ്. അന്ന് കല്യാണി വീണയുടെ അടുത്തേക്ക് പോയാല് ഹരിക്കത് താങ്ങാൻ പറ്റുമോ? ഇതെന്തൊരു ചോദ്യാണോ? അതിനേക്കാൾ ഭേദം മരണമല്ലേ? അതുകൊണ്ട് ഹരി ഞാനിപ്പോ ഇത് പറയുന്നത്. കല്യാണിക്ക് അവളുടെ അമ്മയെ വേണം. ഹരി വിചാരിച്ച ഈ പ്രശ്നം നിസ്സാരമായിട്ട് തീരും. വീണയ്ക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷേ ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ഹരിക്ക് പറ്റും. അവളെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കാര്യം ഹരി മനസ്സിലാക്കിക്കോളും. കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഹരി സാധിച്ചു കൊടുക്കുന്നില്ലേ? പക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് അവളുടെ അമ്മയാണ്. അതുകൊണ്ട് ഹരി വീണയ്ക്ക് മാപ്പ് കൊടുക്കണം. ഹരി വീണയെ ജീവിതത്തിലേക്ക് കൂടണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമുക്കെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കാം ഇതുപോലെ.
എന്നിട്ട് പതിയെ ഞാനും ജീവനിലേക്ക് തിരിച്ചു പോവാം. അതിനുള്ള മാറ്റങ്ങൾ ജീവനിലുണ്ടെന്ന് മനസ്സിലായി. ഹരിയെന്താ ഒന്നും പറയാതെ? പറയാനെന്താ, ഒരുപാട് ആലോചിക്കേണ്ട കാര്യമല്ലേ താൻ പറഞ്ഞത്. ആലോചിക്കട്ടെ. ഹരിക്കെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറ. അതൊന്നുമില്ല. പറയേ, എന്നോടല്ലേ? വേണോടോ, താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്നും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, കൂട്ടിമുട്ടാത്തവർ. അതങ്ങനെ തന്നെ പോട്ടെ. ഹരി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.